കൗമുദിയിൽ എഴുതിയ 50 വർഷത്തെ ലേഖനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 19 ലേഖനങ്ങളാണ് ഇതിലുള്ളത് എന്നാണ് മാഷ് പറഞ്ഞത്. അതായത് 1975 തുടക്കം കുറിച്ചു. അതിനും നൂറ്റാണ്ടുകൾക്കപ്പുറം മുമ്പുള്ള കഥകളടക്കം ചരിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഈ പുസ്തകം 1978 ജനിച്ച ഞാൻ വായിക്കുമ്പോൾ കാസർഗോഡിനെ കുറിച്ച് ഒരുപാട് കഥകൾ വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞതിനപ്പുറത്തേക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ളത് പുതിയ പുതിയ കുറേ വിഷയങ്ങൾ ഉള്ളിലേക്ക് കടന്നു വന്നു. പലതരത്തിൽ മാഷ് ഏതൊക്കെ വിഷയങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളെയാണ് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്നത് എന്നത് വളരെ അത്ഭുതം തോന്നി. മതങ്ങൾ തമ്മിലുള്ള, ജാതികൾ തമ്മിലുള്ള, ജാതികളുടെ അടിവേരുകൾ തുടങ്ങി അവരുടെ കലാ സാംസ്കാരിക സംസ്കൃതി അടക്കം എടുത്തു വെച്ചുകൊണ്ട് മാഷ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണ പണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന്. കാഞ്ഞിരദേശം എന്ന് നമ്മൾ പേര് തന്നെ ഇട്ട ഒരു നാട് കയ്പ് അനുഭവമാണ്, അല്ലെങ്കിൽ കയ്പ് വേരിലുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴും അന്ന് തുടങ്ങിയ ആ കയ്പ് ഇപ്പോൾ നമ്മൾ കുറേയൊക്കെ മധുരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് പാലിലിട്ടിട്ടല്ല, എൻഡോസൾഫാനിലിട്ടിട്ടാണെങ്കിലും എന്തിലിട്ടിട്ടാണെങ്കിലും ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. നമ്മുടെ സംസ്കാരം മാറി വരുന്നുണ്ട്. നാടിൻ്റെ ഉന്നതി, നമ്മൾ അവഗണന എന്ന് പറയുന്നത് തന്നെ മാറ്റണം, നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. തിരസ്കരിക്കപ്പെട്ട ഒരു നാടായിരുന്നു പണ്ട് മാഷ് ഇതിൽ ഒരു ലേഖനം അവസാനത്തിൽ ആ ലേഖനം വേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത് വേണ്ടാത്ത ലേഖനമായതുകൊണ്ടല്ല, കാസർഗോഡിൻ്റെ കുടിപ്പകയെക്കുറിച്ചും കാസർഗോഡിൻ്റെ കള്ളക്കടത്തിനെക്കുറിച്ചും മറ്റുള്ള പലതിനെക്കുറിച്ചും മാഷ് അതിൽ വളരെ തീക്ഷ്ണമായിട്ട് ശരിക്കും നമ്മളെ വല്ലാതെ കാസർഗോഡുകാരെന്ന് പറയണോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് ബാക്കിയുള്ള 18 ലേഖനങ്ങളിൽ വന്നിട്ട് ഇതിലൊന്ന് വരുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം അതേ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാഞ്ഞിരത്തിൻ്റെ കാലത്തിൽ നിന്ന് ഇപ്പോൾ മധുരിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. പണ്ടെവിടെ വായിച്ച ഒരു കഥയിൽ പറയുന്നത് പോലെ ഗുജറാത്തിലെ സാഞ്ചൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്ക് കുറച്ച് പാഴ്സികൾ വന്നിട്ട് ഞങ്ങൾക്കിവിടെ കുറച്ച് അഭയം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവിശ്യയുടെ നേതാവായിരുന്ന ആൾ മുന്നിൽ ഒരു മേശയും വെച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം മറ്റേ വന്ന ആൾക്കാരുടെ നേതാവ് വന്നിട്ട് മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ അഭയം തരണമെന്ന്. അപ്പോൾ ഇദ്ദേഹം വാക്കുകൊണ്ട് ഇയാളോട് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി നിറഞ്ഞ ഒരു ഗ്ലാസ് പാൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇനി ഇതിൽ ഒരു തുള്ളി പോലും പറ്റില്ല എന്ന രീതിയിൽ അദ്ദേഹം ആംഗ്യം കാണിച്ചു. അപ്പോൾ എതിരെ വന്ന അഭയം ചോദിച്ചു വന്നവരുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരിത്തിരി പഞ്ചസാര എടുത്തിട്ട് ആ പാലിൽ ഇട്ട് ഇളക്കിയിട്ട് ഞങ്ങൾ പഞ്ചസാരയായിട്ട് ഇതിൻ്റെ കൂടെ കൂടിക്കോളാം എന്ന് പറഞ്ഞതുപോലെ മാഷ് പറയുമ്പോൾ കൊങ്ങിണിമാർ, അതേപോലെ തന്നെ ഹനഫി മുസ്ലിങ്ങൾ ഉപ്പളയിൽ, അതേപോലെ തന്നെ കുമ്പളയിൽ, കാസർഗോഡിൻ്റെ പല ദേശങ്ങളിൽ വന്ന പല ജാതി പല മതത്തിലുള്ള ആളുകളൊക്കെ കാസർഗോഡിൻ്റെ സപ്തഭാഷാ സംഗമഭൂമി എന്ന് നമ്മൾ ഇന്ന് അഭിമാനത്തോടെ എടുത്തു പറയുന്ന മറ്റു പലതരത്തിൽ അവഗണനകൾക്കിടയിലും കാസർഗോഡിനെ സപ്തഭാഷാ സംഗമഭൂമി എന്ന് എടുത്തുദ്ധരിച്ച് പറയുവാൻ നമുക്ക് ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതോ അവരൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ മധുരമായിട്ട് മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കുമാരൻ മാഷിൻ്റെ സ്വപ്ന സാരസ്വത എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് മാഷ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആദ്യത്തെ അധ്യായത്തിൽ കാഞ്ഞിരദേശത്തിൻ്റെ ആത്മകഥ എൻ്റെയും എന്ന് പറയുന്ന സമയത്ത് കാസർഗോഡുള്ള എഴുത്തുകളെക്കുറിച്ച്, കാസർഗോഡിനെ കുറിച്ചുള്ള എഴുത്തുകളെക്കുറിച്ച് വളരെ അത്ര പോലും ശ്രദ്ധേയമല്ലാത്ത ആളുകളെ പോലും മാഷ് എടുത്ത് വായിച്ചിട്ട് അത് ഇതിൽ ഉദ്ധരിച്ചു എന്ന് പറയുന്ന സമയത്ത് മാഷ് കാസർഗോഡിനെ എത്രത്തോളം സ്നേഹത്തോടെയാണ് കാണുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൊഗ്രാലിനെ കുറിച്ച്, പക്ഷിപ്പാട്ടിനെ കുറിച്ച്, യക്ഷഗാനത്തിലേക്കുള്ള ട്രാൻസ്ലേഷനെ കുറിച്ച്, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാഷ് പറഞ്ഞു വരുന്നുണ്ട്. ഈ 19 ലേഖനങ്ങളും വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ, അതോടൊപ്പം തന്നെ പലപ്പോഴും പ്രതിരോധത്തിന് മാഷ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ, അത് രാഷ്ട്രീയം നോക്കാതെ ഇവിടെ നടന്നിരിക്കുന്ന പ്രതിരോധ സമരങ്ങളെ, പ്രത്യക്ഷത്തിലും അല്ലാതെയുമുള്ള പലതരത്തിലുള്ള സമരങ്ങളെ മാഷ് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചിലയിടത്തൊക്കെ അത് വിഷയം പ്രതി രോദനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. മാഷ് അത് ഈ പുസ്തകത്തിൽ തന്നെ ചില വിഷയങ്ങൾ നോക്കുമ്പോൾ അത് 4ഓ 5ഓ സ്ഥലത്തൊക്കെ അതേപോലെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്. മാഷ് ഓരോ ലേഖനങ്ങളായിട്ട് എഴുതിയ സംഭവങ്ങളായതുകൊണ്ട് തന്നെ അത് പല കാലങ്ങളിൽ വന്നതായിരിക്കാം. പുസ്തകങ്ങളിൽ വരുമ്പോൾ ഇത് തന്നെ വയനാട്ടുകുലവൻ്റെയും ആലിയുടെയും ബന്ധത്തെക്കുറിച്ച്, മറ്റു ജാതി മത കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ച്, അമ്പലങ്ങളും പള്ളികളും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഒക്കെ മാഷ് നന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ലീലാകുമാരി അമ്മയെക്കുറിച്ച്, AM ശ്രീധരൻ മാഷിനെ കുറിച്ച്, ഇങ്ങനെ ഓരോ ആൾക്കാരെക്കുറിച്ചും കാസർഗോഡ് എന്ന് പറയുന്നതിൻ്റെ ചരിത്രം എങ്ങനെ
എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമാക്കാൻ മാഷ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല എന്നുള്ളത് കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ മാഷ് 19 ലേഖനങ്ങൾ 200 ചില്ലറ പേജുകളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ഉള്ളിൽ അഭിമാനം തോന്നുന്നുണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച്, ഈ ഗോത്ര സംസ്കൃതിയെക്കുറിച്ച്, അവരുടെ പാട്ടുകളെക്കുറിച്ച്, അവരുണ്ടാക്കിയ ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ആവേശം തോന്നുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവമാണ്. കാസർഗോഡ് ജില്ല മാത്രമല്ല, പുറത്തുള്ള ആളുകളും ഇത് കേൾക്കുകയും വായിക്കുകയും കാണുകയും ഇതിനെക്കുറിച്ച് വീണ്ടും പഠിക്കുകയും ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്ന ഒരു വലിയ സംസ്കൃതി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മരങ്ങളെയൊക്കെ എടുത്തിട്ട് പ്ലൂരാലിറ്റി ഒഴിവാക്കി സിംഗുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്ന് കശുമാവിൻ തോട്ടം മാത്രമാക്കിയ ഒരു കാലത്ത് നമ്മുടെ സംസ്കൃതി അങ്ങനെ സിംഗുലറായിട്ടല്ല, നമുക്ക് പ്ലൂറലായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എന്തായാലും കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല. ഈ പുസ്തകം ഒരുപാട് ആളുകൾ വായിക്കപ്പെടട്ടെ. ഇനിയും 1 മണിക്കൂറോളം സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ നിർത്തുകയാണ്. മാഷ് എല്ലാ തരത്തിലും ഈ പുസ്തകം എല്ലാവരിലേക്കും എത്തിക്കാൻ നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.